ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ മെയിൻ്റനൻസിന് ശേഷം ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട്. നല്ല കിടിലൻ ഇവൻ്റൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെലക്ഷൻ കോൺട്രാക്റ്റ്, പിന്നെ ഒരു 320 കോയിൻസും വരുന്ന ഒരു ഇവൻ്റാണ്. നൈസായിട്ടുള്ളൊരു ഇവൻ്റാണ്. പിന്നെ നമ്മുടെ പുതിയ പാക്കുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ ഡെംബെല്ലയുടെ ഒരു ഗോൾ പോച്ചർ CF കാർഡ് വന്നിട്ടുണ്ട്. അത് നൈസായിരിക്കും, ഒരു ഗ്ലിച്ച് കാർഡായിരിക്കും. അത് മെയിനായിട്ട് പറയാനാണെങ്കിൽ നമ്മുടെ ആ ഇവൻ്റ് തന്നെയാണ്. ക്ലബ് ഇൻ്റർനാഷണൽ കപ്പ് എന്നുള്ളൊരു മിഷൻ ഉണ്ട്. ആ മിഷനിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും തീർത്ത് കഴിഞ്ഞാൽ, എല്ലാ ചലഞ്ചസും കാര്യങ്ങളും തീർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടും. ആ സെലക്ഷൻ കോൺട്രാക്റ്റ് വെച്ച് നമുക്ക് പ്ലെയറിനെ എടുക്കാവുന്നതാണ്. നമുക്കപ്പോൾ പാക്സ് നോക്കാം. അപ്പോൾ പാക്സിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഡെംബെല്ലയുടെ പാക്കാണ്, ഒരു ബിഗ് ടൈമാണ്. പിന്നെ നോമിനേറ്റ് കോൺട്രാക്റ്റ് വന്നിട്ടുണ്ട്, സെലക്ഷൻ കോൺട്രാക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സെലക്ഷൻ കോൺട്രാക്റ്റ് നമുക്ക് ആദ്യം ഫസ്റ്റ് നോക്കാം. ഇതിൽ വന്നിട്ട് മെയിനായിട്ടുള്ളത് നമുക്കിപ്പോൾ അറിയുന്നത് കവാനിയാണ് മെയിനായിട്ടുള്ളത്. പിന്നെയുള്ളത് PSG ഒരു സെൻറ്റർ ബാക്കാണ്. ഇതിൽ കവാനി അല്ലാണ്ട് കുറേ നല്ല പ്ലേയേഴ്സ് ഉണ്ട്. CMF ഉണ്ട്, CB ഉണ്ട്, പിന്നെ ലെഫ്റ്റ് വിങ് ഉണ്ട്, റൈറ്റ് വിങ് ഉണ്ട്. ഒക്കെ അത്യാവശ്യം നല്ല പ്ലെയേഴ്സാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇത് നോക്കാം. നമ്മുടെ ഇൻ്റർനാഷണൽ കപ്പ് സെലക്ഷൻ്റെ ഒരു പാക്ക് വന്നിട്ടുണ്ട്. നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് നോക്കാം. അതിൽ ഗ്രീസ്മാൻ ഉണ്ട്, സാവിച്ച് ഉണ്ട്. സാവിച്ച് ഇപ്പോൾ നമ്മുടെ അൽഹിലാനിലുള്ള കളിക്കുന്നത്. അവൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്, ഹോൾ പ്ലെയറാണ്. ഉമർ മർമഷ് ഉണ്ട്, അവൻ്റെ CF കാർഡാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾ പോച്ചറാണ്, നല്ല കാർഡായിരിക്കും. പിന്നെ മൊണ്ടേലിൻ്റെ കാർഡ് വന്നിട്ടുണ്ട്. അർജൻറ്റീന സ്ക്വാഡൊക്കെ ബിൽഡ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഇതായിരിക്കും. ഇതിൽ ഞാനെടുക്കാൻ പോകുന്നത് നമ്മുടെ ഗ്രീസ്മാനെയാണ്. ഗ്രീസ്മാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഗ്രീസ്മാൻ്റെ നല്ലൊരു കാർഡില്ല. എൻ്റെ പഴയ അക്കൗണ്ട് പോയതുകൊണ്ട് പുതിയ അക്കൗണ്ടിൽ ഇല്ല. അപ്പോൾ ഞാൻ ഗ്രീസ്മാൻ എടുക്കുകയാണ്. അപ്പോൾ നല്ല പ്ലെയർ ആയിരിക്കും. നമ്മൾ ഗ്രീസ്മാൻ എടുത്തു. ഇനി നമുക്ക് പ്ലെയർ ഓഫ് ദി വീക്കും കാര്യങ്ങളൊക്കെ നോക്കാം. പ്ലെയർ ഓഫ് ദി വീക്കിൽ വന്നിട്ട് മെയിനായിട്ട് റൊണാൾഡോ ആണ്. റൊണാൾഡോൻ്റെ ഒരു കാർഡുണ്ട്, ബൂസ്റ്റർ കാർഡാണ് കേട്ടോ. അതൊരു 99 റേറ്റഡാന്ന് തോന്നുന്നു. 99 റേറ്റഡ് ആയിരിക്കും, നമുക്ക് നോക്കിയിട്ട് പറയാം. പിന്നെ ഒരു 100 റേറ്റഡ് ഗോളിയുണ്ട്, മാഗ്നാനാണ്. അവൻ ഒരു നല്ല കാർഡായിരിക്കും, നൈസ് കാർഡായിരുന്നു. തോട്ട് ബൂസ്റ്ററാണ്, നല്ലൊരു കാർഡാണ്. പിന്നെ ഉള്ളത് റൊണാൾഡോ ബൂസ്റ്റർ കാർഡ്. അത് അല്ല, സ്റ്റാൻഡേർഡ് കാർഡാണ്. സ്ട്രൈക്കറൊക്കെ ബൂസ്റ്ററായിട്ട് വരുന്നൊരു കാർഡാണ്, നല്ലതായിരിക്കും. പിന്നെയുള്ളത് നമ്മുടെ ടർക്കിഷ് ലീഗത്തെ ഒരു ഷോർട്ട് ടൈം കാർഡ് ഫേമസ് ആയിട്ടുള്ളൊരു ഇത് വന്നിട്ടുണ്ട്, പാക്ക് വന്നിട്ടുണ്ട്. ഇറ്റോഷ്മാനാണ് മെയിൻ. അവൻ നല്ല കളിയായിരിക്കും. അവൻ്റെ ഒരു ഗോൾ പോച്ചർ കാർഡാണ്. അവൻ അവിടെ ഗോൾഡൻ ബൂട്ടൊക്കെ വിൻ ചെയ്തിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കാർഡാവാനാണ്. അതിൽ ഇമ്മൊബൈലുണ്ട്, നമ്മുടെ ടാഡിച്ച് ടാഡിച്ച് നല്ലൊരു പ്ലെയറാണ്. അവൻ്റെ നോമിനേറ്റ് കോൺട്രാക്റ്റ് എൻ്റെ ഉണ്ട്, യൂസ് ചെയ്യുന്ന പ്ലെയറാണ്, കിടലിനവൻ. പിന്നെയുള്ളത് നമ്മുടെ ഡെംബെല്ലയുടെ ബാക്കാണ്. ഡെംബെല്ലയുടെ ബിഗ് ടൈമാണ്, ഗോൾ പോച്ചർ കാർഡ്. അതൊരു 1.5 കാർഡായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീൻ കാർഡാണ്. 99 ആണ് ഇപ്പോൾ ഉള്ളത്. ഒരു 106 107 ഒക്കെ പോകും. അത് കഴിഞ്ഞാൽ ഒരു പുതിയൊരു മാനേജർ വന്നിട്ടുണ്ട് നമുക്ക്. അത് ഔട്ട് വെയ്ഡാന്ന് തോന്നുന്നു, ഔട്ട് വെയ്ഡായിരിക്കും. ഔട്ട് വെയ്ഡിൽ 89 പ്രൊവിഷൻസി പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് വന്നിട്ടുള്ള അപ്ഡേറ്റ്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റത്തെ വ്ളോഗാണ്. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഡെയിലി ഗെയിമിൻ്റെ പെനാൽറ്റിയും കൂടി അടിച്ചിട്ട് നമുക്കങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഗോളായിട്ടുണ്ട്. അപ്പോൾ സബ് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.